അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഈ സ്വീകരണ യോഗത്തിൻ്റെ അധ്യക്ഷനും പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ സഹോദരൻ അൻവർ പഴഞ്ഞി, ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം ബഹുമാന്യനായ AS ഉമർ ഫാറൂഖ് അവർകൾ, പാർട്ടിയെ കേരളത്തിൽ അടുത്ത 3 വർഷത്തേക്ക് നേതൃത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ്, നിങ്ങളുടെ ഏവരെയും CP എന്ന് പറയുന്ന CP ലത്തീഫ് സാഹിബ്, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P അബ്ദുൽ ഹമീദ് മാഷ്, ജനറൽ സെക്രട്ടറി റോയി അറക്കൽ, കൃഷ്ണൻ എരിഞ്ഞിക്കൽ, ജോൺസൺ കണ്ടഞ്ചറ, P ജമീല, അജ്മൽ ഇസ്മായിൽ, പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങളായ AK മജീദ്, സൈദുൽ ഹാജി, വീരാൻകുട്ടി, മുർഷിദ് ഷമീം ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ ഈ സ്വീകരണം നൽകാൻ ഇവിടെ എത്തിച്ചേർന്ന പാർട്ടിയുടെ കർമ്മധീരരായ സഹപ്രവർത്തകരെ, സഹോദരിമാരെ, ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ മതേതര ചിന്തകരെ, നിങ്ങൾക്ക് ഏവർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ആദ്യമായി നേരുകയാണ്. നമ്മുടെ പാർട്ടി അതിൻ്റെ ഒരു ടേം പൂർത്തീകരിച്ച് പുതിയൊരു ടേമിലേക്ക് കടക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടി ഈ രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഏത് വിഷയങ്ങളിലും നിലപാട് കൃത്യമായി രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനമില്ലാതെ ഇന്ന് ഇന്ത്യ രാഷ്ട്രീയം മുന്നോട്ടു പോകാൻ പറ്റാത്ത തരത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ തുന്നിച്ചേർക്കപ്പെട്ട 4 അക്ഷരമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഈ രാജ്യത്തെ പൗരസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മളുടെ ഈ സ്വീകരണം, നിങ്ങളുടെ ഹൃദ്യമായ സ്വീകരണം ഏറ്റുവാങ്ങി നിൽക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്തിനൊരു പേരുണ്ട്, അത് ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്. അതാരൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും മായ്ക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ലാത്ത തരത്തിൽ നീതിക്ക് വേണ്ടിയുള്ള നിർഭയത്വത്തിന്റെ ആ നിർഭയത്വ പോരാട്ടത്തിന്റെ പേരാണ് മലപ്പുറമെന്ന് നിങ്ങൾ പോരാട്ടം കൊണ്ട് തെളിയിച്ചവരാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരിക്കൽ കൂടി ഒരു ചരിത്രം കൂടി തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം. ഒരുപാട് ചരിത്രങ്ങൾ തിരുത്തിക്കുറിച്ചവരാണ് നിങ്ങൾ. ഇന്ത്യയെ വൈദേശിക ശക്തികളിൽ നിന്ന് സ്വന്തം ജീവൻ കൊടുത്തു പോരാടി അതിന് നേതൃത്വപരമായി പങ്കുകൊടുത്ത രക്തസാക്ഷികളുടെ മണ്ണാണ് മലപ്പുറം. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത വീര ശുഹദാക്കളുടെ മണ്ണാണ് മലപ്പുറം. ആ മലപ്പുറത്ത് നിങ്ങൾ ഒരു ചരിത്രം കൂടി തിരുത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ മലപ്പുറത്തിന്റെ ജനത കുറെ കാലങ്ങളായി ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ നെഞ്ചോട് ചേർത്ത ഒരു രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ നിലപാടുണ്ട്. ആ പച്ചയുടെ രാഷ്ട്രീയം, ആ പച്ചയുടെ രാഷ്ട്രീയത്തിന് കുറച്ചുനാൾ നിങ്ങൾ ഒരു ഇടവേള കൊടുക്കൂ. ഈ ജില്ലയെ ഭീകരവൽക്കരിക്കാനും ഇവിടത്തെ ജനതയെ ഭീകരന്മാരായിട്ട് ചിത്രീകരിക്കാനും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘ് പരിവാർ ഭരണകൂടവും
ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള പിണറായി സർക്കാരും അതിനുവേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തിയപ്പോൾ ഈ ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ മുസ്ലിം ലീഗിനെ നമ്മൾ തെരുവിൽ കണ്ടില്ല. ഇവർ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അതിലെ മുസ്ലിം എന്ന സമൂഹത്തിന് ഈ രാജ്യത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവരുടെ ഒപ്പം നിൽക്കാൻ, ഈ രാജ്യത്ത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ, തെരുവരിലിറങ്ങാൻ ഈ സംഘത്തെ നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. ഓരോ ഘട്ടത്തിലും നിങ്ങൾ MLA-മാരെയും MP-മാരെയും പഞ്ചായത്ത് മെമ്പർമാരെയും പഞ്ചായത്ത് ഭരണത്തെയും മലപ്പുറത്ത് നിന്ന് ഈ സംഘത്തിനെ നിങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പുരോഗതികൾ ഈ ജനത വിലയിരുത്തേണ്ടതുണ്ട്. എത്ര നാളായി ഇവിടെ മാറി മാറി ലീഗ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്നു. എന്ത് നേട്ടമാണ് ഈ സമൂഹത്തിനുണ്ടായിട്ടുള്ളത്, ഈ മലപ്പുറത്തിനുണ്ടായിട്ടുള്ളത്? ഈ മലപ്പുറത്തിന്റെ ജനസംഖ്യയോട് അനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ നേടിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ മലപ്പുറം വിഭജിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടപ്പോൾ അതിനാദ്യം വിഘാതം നിന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്തുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മലപ്പുറം വിഭജിക്കണമെന്ന് പറഞ്ഞത്? മലപ്പുറം വിഭജിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനു മാത്രം ജനസംഖ്യ ഇവിടെയുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, ആതുരാലയങ്ങൾ ഉണ്ടാകണം, ആശുപത്രികൾ ഉണ്ടാകണം, മറ്റു സംവിധാനങ്ങൾ ഉണ്ടാകണം. നാൾക്ക് നാൾ ഇവരെ MLA-മാരും MP-മാരും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്കുമൊക്കെ ജയിപ്പിച്ചു കൊടുത്തിട്ട് ആ അർത്ഥത്തിൽ ഇവിടത്തെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ മലപ്പുറത്തിനെ വളർത്തിയെടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ടോ എന്ന് മലപ്പുറത്തെ ജനത പുനഃപരിശോധിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്, പ്രഖ്യാപിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചരിത്രം കൂടി നിങ്ങൾ തിരുത്തണമെന്ന്. നിങ്ങളുടെ കോണിയുണ്ടല്ലോ, പച്ചയിലധിഷ്ഠിതമായ കോണി, നിങ്ങളൊന്ന് മാറി ചിന്തിച്ചിട്ട് ഈ പച്ചയും ചുവപ്പും അതിലൊരു നക്ഷത്രവുമുള്ള ആ നക്ഷത്ര ഹരിത പതാക നെഞ്ചോട് ചേർത്തുകൊണ്ട് നിങ്ങളൊരു പരീക്ഷണത്തിന് തയ്യാറാകൂ. ഞങ്ങൾ കാണിച്ചു തരാം മാറ്റം. അതൊരു ചരിത്രമാണ്. അത് മലപ്പുറത്തിന്റെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന രാഷ്ട്രീയപരമായ ഒരു വിപ്ലവമാണ്. അത് മലപ്പുറത്തിന്റെ മാത്രം രാഷ്ട്രീയ വിപ്ലവമല്ല, ഇന്ത്യ രാജ്യത്തെ, കേരള സംസ്ഥാനത്തെ വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ, ഒരു രാഷ്ട്രീയ വിപ്ലവത്തിന്റെ ഒരു മാറ്റമാകട്ടെ ഈ ചരിത്ര രചന എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പുതിയൊരു നാളേക്ക്, പുതിയൊരു ഇന്ത്യയേക്ക്, പുതിയൊരു മലപ്പുറത്തെ സൃഷ്ടിക്കാൻ ഇവിടെ ഇന്ന് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾക്ക് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഈ ഭരണഘടനാ പ്രകാരം ഒരുമിച്ച് നിർത്താൻ, അവിടെ മുസ്ലിമിനെ മാറ്റി നിർത്താൻ, അവിടെ ജൈനനെ മാറ്റി നിർത്താൻ, അവിടെ ദലിതനെ മാറ്റി നിർത്താൻ സാധ്യമല്ലാത്ത തരത്തിൽ എന്താണോ ഈ രാജ്യത്തിന്റെ ഭരണഘടന നമ്മോട് പറയുന്നത്, നമ്മുടെ രാജ്യത്തോട് പറയുന്നത്, അവിടെ മുസ്ലിങ്ങൾക്ക് പള്ളി വേണം, അവർക്ക് ഇവിടുത്തെ ഭരണഘടന അതിനുള്ള അവകാശം നൽകുന്നുണ്ടെങ്കിൽ അത് നൽകണം. അവർ അവിടെ പ്രാർത്ഥിക്കണം, അവരുടെ ആവശ്യങ്ങൾ അവിടെ നിർവഹിക്കണം. ഇവിടത്തെ ഹൈന്ദവന് ക്ഷേത്രം വേണമെങ്കിൽ ആ ക്ഷേത്രം അവിടെ ഉണ്ടാകണം. ക്രൈസ്തവന് വേണമെങ്കിൽ അതുണ്ടാകണം. ഒരു സുപ്രഭാതത്തിൽ ഭരണം കിട്ടുമ്പോൾ തങ്ങളുടെ അജണ്ടക്കനുസരിച്ച് ഭരണഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ ഭരണ അജണ്ട നടപ്പിലാക്കാൻ ഒരു സംവിധാനവും മുന്നോട്ട് വരുമ്പോൾ അതിനു മുമ്പിൽ പച്ചമുച്ചമടക്കി നിന്നുകൊണ്ട് ഞങ്ങൾ അതിനു മുമ്പിൽ ഓശാന പാടി നിൽക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് സാധ്യമല്ല എന്ന് ഞങ്ങൾ വളരെ കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തൊരു മാറ്റമുണ്ടാകണം.
മുസ്ലിമിനെ ചേർത്ത് പിടിക്കണം, ഹൈന്ദവനെ ചേർത്ത് പിടിക്കണം, ക്രൈസ്തവനെ ചേർത്ത് പിടിക്കണം, മതമില്ലാത്തവനെ ചേർത്ത് പിടിക്കണം. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ എന്നൊരു മഹത്തരമായ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ മതനിരപേക്ഷതയുടെ എന്താണ് രാജ്യം വിഭാവനം ചെയ്യുന്നത്, ആ ജനാധിപത്യ മൂല്യങ്ങളിലേക്ക് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചരിത്രപരമായ ഒരു ദൗത്യത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് ചേരണമെന്ന്, അതിനുവേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും മലപ്പുറവും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നൽകിയ ഈ ഊഷ്മളമായ ഈ ഉജ്ജ്വലമായ ഈ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും.